സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്ന് കേരള PSC പത്തനംതിട്ട, തൃശൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലേക്കായിട്ട് LDC പരീക്ഷ നടത്തിയിരുന്നു. അപ്പോൾ പരീക്ഷയുടെ PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, വിദ്യാപോഷണി സഭ സ്ഥാപിച്ചത് ആര്? സഹോദരൻ അയ്യപ്പൻ. നിയമലംഘന പ്രസ്ഥാനം നിസ്സഹരണ പ്രസ്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. നിയമലംഘന പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ട ജനങ്ങൾ ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കുക മാത്രമല്ല, അവർ കൊണ്ടുവന്ന നിയമങ്ങൾ എതിർക്കുകയും ചെയ്തു. ശരിയായത് തെരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ആണ് ഉത്തരം. രണ്ടും ശരിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? മഹാരാഷ്ട്രയിലാണ്. സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആരാണ്? സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ഓപ്ഷൻ എ ആണ് ഉത്തരം. CR ദാസും മോത്തിലാൽ നെഹ്റുവുമാണ്. ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു. വില്യവും മേരിയും അധികാരത്തിൽ വന്നു. ഏത് സംഭവവുമായാണ് ഇവ ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. ഗ്ലോറിയസ് റവല്യൂഷൻ. താഴെ പറയുന്നവയിൽ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യം അല്ലാത്തത് ഏത്? തന്നിരിക്കുന്നു. ലോക ജനതയുടെ ക്ഷേമം ഉറപ്പുവരുത്തുക, അന്താരാഷ്ട്ര സഹകരണത്തിന് വേദിയാകുക, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും കാത്തുസൂക്ഷിക്കുക, അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുക. ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യം അല്ലാത്തത് ഓപ്ഷൻ ഡി ആണ്. അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുക. പ്രധാനമായും സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയതും ഭൂമിയുടെ വ്യാപ്തിയുടെ 84% വരുന്നതുമായ ഭൂമിയുടെ പാളി ഏതാണ്? മാൻഡിൽ. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണാണ്. കറുത്ത മണ്ണ്. ഡെക്കാൻ ട്രാപ്പ് എന്നറിയപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായ രൂപീകരണത്തെ ഇനി പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായിട്ട് വിവരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിന്റെ അവസാനത്തിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാൽ രൂപപ്പെട്ട ഒരു വലിയ അഗ്നിപ്രവേശിയാണ് ഡെക്കാൻ ട്രാപ്പ്. ഏത് അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്? സ്ട്രാറ്റോസ്ഫിയർ. കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്നതും വിവിധ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെന്റിന്റെ ഉൽപാദനത്തെ പിന്തുണയ്ക്കുന്നതുമായ ധാതു ഏതാണ്? ഇൽമനൈറ്റ്. ഓപ്ഷൻ സി ഇൽമനൈറ്റ്. സർക്കാർ സംരംഭത്തിന് കീഴിൽ സ്വത്തുക്കളുടെ ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയ ആദ്യത്തെ സംസ്ഥാനം എന്ന പദവി അടുത്തിടെ നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം 1951. നീതി ആയോഗ് സ്ഥാപിതമായ വർഷം 2015. ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ ഏതെല്ലാം? തന്നിരിക്കുന്നു. സാമ്പത്തിക വളർച്ച, സാമൂഹിക സമത്വവും സ്വയം പര്യാപ്തതയും, ആധുനികവൽക്കരണം. മുകളിൽ കൊടുത്തിരിക്കുന്നത് എല്ലാം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. മുകളിൽ കൊടുത്തിരിക്കുന്നത് എല്ലാം. ഇന്ത്യയിൽ GDP കണക്കാക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ CSO. ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെന്റ് തുടങ്ങിയ പുതിയ പദ്ധതിയുടെ പേരാണ് ഡിജിറ്റൽ ഇന്ത്യ. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥൻ. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ സുമൻ ബെറി. ഭരണഘടനയുടെ 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു. സമത്വം, സാഹോദര്യം എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു. അഖണ്ഡത എന്ന പദം കൂട്ടിച്ചേർത്തു. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 3 മാത്രം. 1, 3 മാത്രം. താഴെ പറയുന്ന വനിതകളിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗം അല്ലാത്തത് ആര്?
തന്നിരിക്കുന്നത് രാജ്കുമാരി അമൃത് കൗർ, അമ്മുക്കുട്ടി സ്വാമിനാഥൻ, അക്കാമ ചെറിയാൻ, രേണുക റായ്. ഓപ്ഷൻ സി അക്കാമ ചെറിയാൻ. കൂടുതൽ അധികാരത്തോടു കൂടിയ കേന്ദ്ര ഗവൺമെന്റ് എന്ന ഇന്ത്യൻ ഫെഡറലിസം ഏത് ഭരണഘടനയുടെ സ്വാധീനത്താൽ രൂപപ്പെടുത്തിയതാണ്? ഓപ്ഷൻ ബി കാനഡ. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? തന്നിരിക്കുന്നു. രാജ്യസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട MP-മാർക്കെല്ലാം വോട്ടവകാശം ലഭിക്കുന്നു. ലോകസഭയിലെ മുഴുവൻ MP-മാർക്കും വോട്ടവകാശം ലഭിക്കുന്നു. രാജ്യസഭയിലെ മുഴുവൻ MP-മാർക്കും വോട്ടവകാശം ലഭിക്കുന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. 2, 3 മാത്രം. അടുത്ത ചോദ്യം. കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തെക്കുറിച്ച് പറയുന്നതിൽ സംസ്ഥാന ലിസ്റ്റിൽ പെടാത്ത വിഷയം ഏത്? ഓപ്ഷൻ ബി വനം. അമേരിക്കൻ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത് എത്ര വർഷത്തേക്കാണ്? ഓപ്ഷൻ സി 4 വർഷം. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ്? പോർച്ചുഗൽ. അടുത്ത ചോദ്യം. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഘടനയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്. നിലവിലെ അംഗസംഖ്യ 9 ആണ്. ഉപാധ്യക്ഷൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 1 മാത്രം. കാലക്രമത്തിൽ എഴുതുക. തന്നിരിക്കുന്നത് കൊച്ചി കുടിയായ്മ നിയമം, മലബാർ കുടിയായ്മ നിയമം, പണ്ടാരപ്പാട്ട വിപ്ലവം, കേരള സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിങ്സ് ആക്ട്. കൊച്ചി കുടിയായ്മ നിയമം 1914 ആണ്. മലബാർ കുടിയായ്മ നിയമം 1929 ആണ്. പണ്ടാരപ്പാട്ട വിളംബരം 1865 ആണ്. കേരള സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിങ്സ് ആക്ട് 1957 ആണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, 3, 1, 2, 4. 3, 1, 2, 4. അടുത്ത ചോദ്യം. 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമത്തിലെ വകുപ്പുകളും അനുബന്ധ വ്യവസ്ഥകളും കണ്ടെത്തുക. തന്നിരിക്കുന്നു. വകുപ്പ് 2, വകുപ്പ് 19, വകുപ്പ് 15, വകുപ്പ് 21. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, A2. വകുപ്പ് 2 വരുന്നത് മുതിർന്ന പൗരൻ എന്നാൽ 60 വയസ്സ് തികഞ്ഞതോ അതിനു മുകളിൽ പ്രായമുള്ളതോ ആയ ഇന്ത്യൻ പൗരൻ. വകുപ്പ് 19 വാർദ്ധക്യകാല ഗൃഹങ്ങൾ സ്ഥാപിക്കൽ. വകുപ്പ് 15 അപ്പലേറ്റ് ട്രിബ്യൂണൽ രൂപീകരണം. വകുപ്പ് 21 മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായുള്ള പ്രചരണം, ബോധവൽക്കരണം മുതലായവയ്ക്ക് വേണ്ടിയുള്ള നടപടികൾ. അടുത്ത ചോദ്യം. തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. തന്നിരിക്കുന്നു. കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കിയത് ഇടുക്കി, കാസർഗോഡ് ജില്ലകളിലാണ്. തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള പ്രവർത്തികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുവാനുള്ള ചുമതല ഗ്രാമപഞ്ചായത്തുകൾക്കാണ്. തൊഴിലുറപ്പ് പദ്ധതിയുടെ മാതൃകയിൽ കേരളത്തിലെ നഗരസഭകളിലും കോർപ്പറേഷനുകളിലും നടപ്പിലാക്കിയ പദ്ധതിയാണ് അയ്യങ്കാളി ദേശീയ നഗര തൊഴിലുറപ്പ് പദ്ധതി. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1 മാത്രമാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. 1. വയനാട്, പാലക്കാട് ജില്ലകളിലാണ് ആദ്യഘട്ടത്തിൽ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയത്. അടുത്ത ചോദ്യം. കേരള സംസ്ഥാന സർവീസിലെ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ശിക്ഷണ നടപടികളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. കേരള സിവിൽ സർവീസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് 1960 ഭാഗം 5. ആസാദി കാ അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ട് വനിതകൾക്കായി കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതി. ഓപ്ഷൻ ബി ആണ് ഉത്തരം, മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ്. 2024 കേരള ബഡ്ജറ്റിൽ പരാമർശിച്ചിട്ടുള്ള ഉന്നതി മിഷൻ ആരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ്?
ഓപ്ഷൻ എ ആണ് ഉത്തരം. പട്ടികവർഗ വിഭാഗങ്ങളുടെ. കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏത്? ഓപ്ഷൻ സി മെലാട്ടോണിൻ. ഇന്ത്യയിലെ 3 ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഏതൊക്കെ? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇൻഡോ ബർമ, വടക്കു കിഴക്കൻ ഹിമാലയം, പശ്ചിമഘട്ടം. താഴെ പറയുന്നവയിൽ ജീവകം സിയുടെ പ്രസ്താവന അല്ലാത്തത് ഏത്? തന്നിരിക്കുന്നു. പാൽ, മുട്ട എന്നിവയിൽ കാണപ്പെടുന്നു. ആന്റി ക്യാൻസർ വൈറ്റമിൻ, യുവത്വം നിലനിർത്തുന്നു, രോഗപ്രതിരോധ ശേഷി, മോണയുടെ ആരോഗ്യം എന്നിവ പ്രദാനം ചെയ്യുന്നു. സിയുടെ പ്രസ്താവന അല്ലാത്തത് ഓപ്ഷൻ എ ആണ്. പാൽ, മുട്ട എന്നിവയിൽ കാണുന്നു. വർണ്ണാന്ധത ഉള്ളവരെ സൈന്യത്തിലോ ഡ്രൈവർ, പൈലറ്റ് മുതലായ ജോലികൾക്കോ തിരഞ്ഞെടുക്കുവാറില്ല. കാരണം എന്ത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. കോൺ കോശങ്ങളുടെ തകരാറ് മൂലം ചുവപ്പ്, പച്ച എന്നീ നിറങ്ങൾ വേർതിരിച്ചറിയുവാൻ സാധിക്കാത്തത് കൊണ്ട്. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണം EEG. താഴെ തന്നിരിക്കുന്നവയിൽ ടൈപ്പ് 2 പ്രമേഹത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏത്? തന്നിരിക്കുന്നു. ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാത്തതാണ് ടൈപ്പ് 2 പ്രമേഹത്തിന് കാരണം. പൊണ്ണത്തടിയും ജീൻ തകരാറും ഈ രോഗത്തിന് കാരണമാകുന്നു. ആഹാരവും നിയന്ത്രണവും വ്യായാമവും ആവശ്യമെങ്കിൽ മരുന്നുകൾ വഴിയും ഈ രോഗാവസ്ഥ നിയന്ത്രിക്കാം. മുകളിൽ പറഞ്ഞ പ്രസ്താവനകൾ എല്ലാം തെറ്റാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞ പ്രസ്താവനകൾ എല്ലാം തെറ്റാണ്. അടുത്തത്, കോവിഷീൽഡ് എന്ന COVID-19 വാക്സിൻ വിപണിയിൽ നിന്നും പിൻവലിച്ചു. ഈ വാക്സിൻ നിർമ്മിച്ച കമ്പനി ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ആസ്ട്രോസെനക്കയാണ്. ആസ്ട്രോസെനക്ക. വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയെ സംരക്ഷിക്കാനാണ് 2024 മെയ് മാസത്തിൽ മണിപ്പൂർ സർക്കാർ 30 ഏക്കർ പുൽമേട് അനുവദിച്ചത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. പോളോ പോണി. ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് സ്ഥിതികോർജം. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം 40 സെന്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എത്ര? ഓപ്ഷൻ ഡി 20 സെന്റിമീറ്റർ. ഒരു ഹൈഡ്രോളിക് ജാക്കിന്റെ പ്രവർത്തനം ഡാഷ് നിയമത്തെ അടിസ്ഥാനമാക്കിയാണ്. ഓപ്ഷൻ ബി പാസ്കൽ നിയമം. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്നത് പ്രഗ്യാൻ. ദ്രവ്യത്തിന്റെ 5ാമത്തെ അവസ്ഥയാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ഗൺ മെറ്റലിൽ അടങ്ങിയ ലോഹങ്ങൾ. ഓപ്ഷൻ ബി കോപ്പർ, ടിൻ, സിങ്ക്. അടുത്ത ചോദ്യം, ഉരുളക്കിഴങ്ങ് പോലുള്ള വിളകൾക്ക് അനുയോജ്യമായ മണ്ണിന്റെ pH. ഓപ്ഷൻ എ 5. ഫ്രീസിംഗ് മിശ്രിതം ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്ന ലവണം ടേബിൾ സോൾട്ട്. ദ്രവ്യത്തിന്റെ ഏത് അവസ്ഥയാണ് 2023 കണ്ടെത്തിയത്? ചിറാൽ ബോസ് ലിക്വിഡ് സ്റ്റേറ്റ്. ഇലക്ട്രിക് കാറുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററികളിൽ അടങ്ങിയ പ്രധാന മൂലകം ലിഥിയം. അടുത്തത് ചേരുംപടി ചേർക്കുവാനാണ്. ABCD. മിടുക്കർ കൈ രണ്ടും ചേർന്നു കൊട്ടിയാൽ നഗരങ്ങൾ തകർന്നേക്കും. മടിയർ മടിയരോട് കൈ കോർക്കുമ്പോൾ കാലം അട്ടിമറിയും. അറ്റമില്ലാതെഴുതുന്ന ഭൂമിക്കുമേൽ ഒറ്റ ഞാണായി വലിഞ്ഞു മുറുകി ഞാൻ. സി തന്നിരിക്കുന്നു. റെയിൽവക്കത്തു നിന്നൊന്നേ രണ്ടെന്നെണ്ണുന്ന കുട്ടിയിൽ അവസാനത്തെ ഭൂതത്തിൽ ആനന്ദം പുഞ്ചിരിച്ചിടും. ഡി തന്നിരിക്കുന്നു. അവരോരോരുത്തരുടെയും ജീവിതങ്ങളുടെ ആകെത്തുകയും ജീവിച്ചിരിക്കുന്ന കുട്ടികൾ കണ്ടുകൂട്ടുന്ന കനവുകളുടെ ആകെത്തുകയും തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നതാണ് നക്ഷത്രങ്ങളുടെ കിറുകൃത്യമായ എണ്ണം. ചേരുംപടി ചേർക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. A 4.
PN ഗോപി കൃഷ്ണൻ. B 3 അനിത തമ്പി. C 2 P രാമൻ. D 1 അസീം താനിമൂർ. അടുത്ത ചോദ്യം, ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. തോരണയുദ്ധമാണ് ഉൾപ്പെടാത്തത്. തോരണയുദ്ധം കൊട്ടാരക്കര തമ്പുരാൻ്റെതാണ്. കൊട്ടാരക്കര തമ്പുരാൻ. അടുത്തത് ചേരുംപടി ചേർക്കുവാനാണ് തന്നിരിക്കുന്നത്. ഇറാനിമോസ്, ഫിലിപ്പോസ്, ഉണ്ണിച്ചക്കൻ, വാവച്ചൻ. റൈറ്റ് സൈഡിൽ മീശ, അടിയാളപ്രേതം, അടി, കരിക്കോട്ടക്കരി, പുറ്റ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. സി, ഇറാനിമോസ്, കരിക്കോട്ടക്കരി. ഫിലിപ്പോസ്, അടി. ഉണ്ണിച്ചക്കൻ, അടിയാളപ്രേതം. മീശ, വാവച്ചൻ. അടുത്ത ചോദ്യം, മുസിരീസ് പൈതൃക പദ്ധതിയുമായി ബന്ധപ്പെടാത്തത് ഏത്? തന്നിരിക്കുന്നു. ചേരമാൻ ജുമാ മസ്ജിദ്, പാലിയം കോവിലകം, സഹോദരൻ അയ്യപ്പൻ ഭവനം, സെന്റ് ഫ്രാൻസിസ് പള്ളി, ഫോർട്ട് കൊച്ചി. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം, ധ്യാൻചന്ദ് പുരസ്കാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 56. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാം തെറ്റാണ്. തന്നിരിക്കുന്നു. മികച്ച ക്രിക്കറ്റർക്കുള്ള പുരസ്കാരം തെറ്റാണ്. ഗുസ്തി താരമായ ധ്യാൻചന്ദിന്റെ പേരിൽ നൽകുന്ന പുരസ്കാരം ധ്യാൻചന്ദ് ഹോക്കി താരമാണ്. മികച്ച കായിക പരിശീലകർക്ക് നൽകുന്ന പുരസ്കാരം മികച്ച കായിക പരിശീലകർക്ക് നൽകുന്നത് ദ്രോണാചാര്യ അവാർഡാണ്. KM ബീനാമോൾ, അഞ്ജു ബോബി ജോർജ്, PR ശ്രീജേഷ് തുടങ്ങിയ മലയാളികൾ ധ്യാൻചന്ദ് പുരസ്കാരം നേടിയിട്ടുണ്ട്. ഇത് തെറ്റാണ്. അടുത്തത്, കേരള സർക്കാർ അവതരിപ്പിക്കുന്ന ജീവാനന്ദം പദ്ധതി സംബന്ധിച്ച ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക. ഓപ്ഷൻ എ ആണ് ഉത്തരം. ജീവാനന്ദം സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറും തുക തിരികെ നൽകാനും ലക്ഷ്യമിടുന്ന പദ്ധതി. അടുത്തത്, ആരോഗ്യകിരണം പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ പ്രായപരിധി എത്രയാണ്? ഓപ്ഷൻ ബി 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾ. ഏറ്റവും വേഗതയേറിയ ട്രാൻസ്മിഷൻ മീഡിയ ഏതാണ്? ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം മായ OS. താഴെ തന്നിരിക്കുന്നവയിൽ ക്ലൗഡ് അടിസ്ഥാനമാക്കിയുള്ള സിസ്റ്റം ഏതെല്ലാം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മുകളിൽ പറഞ്ഞവ എല്ലാം. ഇമെയിൽ, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഗൂഗിൾ ഡ്രൈവ്. താഴെ പറയുന്നവയിൽ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണം ഏത്? ബ്ലൂറേ ഡിസ്ക്. ഇമെയിലിന്റെ കാര്യത്തിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? തന്നിരിക്കുന്നു. ഇമെയിൽ മുഖാന്തരം ചിത്രങ്ങൾ, ഓഡിയോ, വീഡിയോ മുതലായവ അയക്കാവുന്നതാണ്. പേപ്പർ ഉപയോഗിക്കാത്തത് കാരണം ഇമെയിൽ പരിസ്ഥിതി സൗഹാർദ്ദമാണ്. ഇമെയിൽ വഴി വൈറസ് വ്യാപനം നടക്കുകയില്ല. ഇമെയിൽ മുഖാന്തരം ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ഒരേ സമയം മെസ്സേജ് അയക്കാവുന്നതാണ്. ശരിയല്ലാത്ത പ്രസ്താവന ഓപ്ഷൻ സി ആണ്. ഇമെയിൽ വഴി വൈറസ് വ്യാപനം നടക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയല്ലാത്ത പ്രസ്താവന. പോക്സോ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? 2012 ആണ്. ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 കീഴിൽ സ്ഥാപിതമായ ബോഡികൾ ഏതാണ്? ഓപ്ഷൻ ബി ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. ഗാർഹിക പീഡനങ്ങളിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 നിയമത്തിന് കീഴിൽ ഒരു പീഡനത്തിനിരയായ ഒരാൾക്ക് എന്ത് തരത്തിലുള്ള ആശ്വാസം തേടാനാകും? തന്നിരിക്കുന്നു. സംരക്ഷണ ഉത്തരവുകൾ, താമസ ഉത്തരവുകൾ, പണ ആശ്വാസം. മുകളിൽ പറഞ്ഞവ എല്ലാം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവ എല്ലാം. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 നിയമപ്രകാരം സംരക്ഷണ ഉത്തരവ് ലംഘിക്കുന്നതിനുള്ള പരമാവധി ശിക്ഷ എന്താണ്?
ഓപ്ഷൻ സി ആണ് ഉത്തരം. 1 വർഷം വരെ തടവ്, 20,000 വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും. NHRC ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്ര അംഗങ്ങൾ ഉൾക്കൊള്ളുന്നു? ഓപ്ഷൻ സി 6 അംഗങ്ങൾ. വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ വെളിപ്പെടുത്തിയാൽ അത് നിഷേധിക്കാവുന്നതാണ്. ഇന്ത്യയുടെ പരമാധികാരത്തെയും അഖണ്ഡതയും മുൻവിധി കാണിക്കുക. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക താൽപ്പര്യങ്ങളെ ബാധിക്കുന്നു. ഏതൊരു വ്യക്തിയുടെയും ജീവനോ ശാരീരിക സുരക്ഷയോ അപകടത്തിലാക്കുക. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവ എല്ലാം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവ എല്ലാം. ദേശീയ വനിതാ കമ്മീഷൻ അതിൻ്റെ വാർഷിക റിപ്പോർട്ട് ഏത് ബോഡിക്കാണ് സമർപ്പിക്കേണ്ടത്? കേന്ദ്ര സർക്കാരിനാണ്. അടുത്ത് വരുന്നത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. മാത്സ് ഉത്തരങ്ങൾ മാത്രമാണ് പറയുന്നത്. 71 ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 0. 72 ഓപ്ഷൻ ബി 137. 73ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, 9. 74 ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി 125%. 75 ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, 3. 76 ഓപ്ഷൻ സി 10%. 77 ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഞായർ. 78 ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, QOL. 79ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ എ ആണ്, 875. 80ാമത്തെ ചോദ്യം ഉത്തരം വരുന്നു ഓപ്ഷൻ ഡി. ഇവ ഒന്നുമല്ല. അടുത്തത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. ഹറ, he won the match. Identify the part or speech of the underlined word. 81 ഉത്തരം വരുന്നത് ഇന്റർജങ്ഷൻ ആണ്, ഇന്റർജെക്ഷൻ. അടുത്തത് the singular form of the word jeans is. Option B jeans. Your marks are good. Your marks are good, but you can do dash. Use the comparative degree of comparison of the underlined word. ഗുഡിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്, ബെറ്റർ. ദ ടെസ്റ്റ് വാസ് ഡാഷ്. യൂസ് ദ അപ്രോപ്രിയേറ്റ് ഫ്രേസൽ വെർബ്. പുട്ട് ഓഫ്. ദ ഫയൽസ് ഫെൽ ഡാഷ് ദ ഷെൽഫ്. യൂസ് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ. ഓഫ്. ദ ഇഡിയം വൺസ് ഇൻ എ ബ്ലൂ മൂൺ മീൻസ് റെയർലി. Antonyms of the word regular is irregular. We do our work dash. Question tag ആണ്. Option A don't we. Expansion of etc is etc. Option A ആണ്, ETCETERA. There is a long dash in front of the theatre. Long queue in front of the theatre. മലയാളം ചോദ്യം. ശരിയായ പദം കണ്ടെത്തുക. അക്ഷൗഹിണി. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി. നാഴികയുടെ 60 പങ്ക്. ഓപ്ഷൻ സി വിനാഴിക. പിരിച്ചെഴുതുക. പരമോച്ച നില. ഓപ്ഷൻ സി പരമ പ്ലസ് ഉച്ച പ്ലസ് നില. ശരിയായ പര്യായ കൂട്ടം കണ്ടെത്തുക. പ്രമാദം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. വർദ്ധിച്ച ഭയം, ഓർമ്മക്കേട്, ശ്രദ്ധയില്ലായ്മ. വിപരീത പദമേത്? ആധ്യാത്മം. ഉത്തരം ഭൗതികം. നേരെ വാ നേരെ പോ എന്നർത്ഥമാക്കുന്നത്? ഓപ്ഷൻ ബി ആണ്, സത്യസന്ധമായി പെരുമാറുക. ചേർത്തെഴുതുക. മലർ പ്ലസ് കളം പ്ലസ് എഴുതി പ്ലസ് കാത്ത പ്ലസ് ഒരു പ്ലസ് അരച്ചൻ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മലർ കളമെഴുതിക്കാത്തൊരരജൻ. വൈരി സ്ത്രീലിംഗം കണ്ടെത്തുക. ഓപ്ഷൻ എ വൈരിണി. ആൻഡ് ഇറ്റ് വാസ് അറ്റ് ദാറ്റ് ഏജ് പോയട്രി അറൈവ്ഡ് ഇൻ സെർച്ച് ഓഫ് ടൈം. ശരിയായ പരിഭാഷ ഏത്? ഓപ്ഷൻ ഡി, എന്നെ തേടി കവിത വന്നണഞ്ഞത് ആ പ്രായത്തിലാണ്. അവസാനത്തെ ചോദ്യം, ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അവർ കണ്ണീരിൽ കലർത്തി പറഞ്ഞ കഥ എന്നെ വികാരപരവശനാക്കി. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.